സോദാഗോമറയിൽ വൻ തീപിടുത്തം, നാശനഷ്ടങ്ങൾ അറിവായിട്ടില്ല. പന്നികളുടെ കൂട്ട ആത്മഹത്യ, അടിയന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടു മുഖ്യമന്ത്രി. പഴം പറിച്ചു തിന്ന കേസിൽ യുവദമ്പതികൾ അറസ്റ്റിൽ. ഏറത്തോട്ടത്തിൽ നിയമപരിഷ്കരണത്തിന് തീർപ്പാക്കാൻ അടിയന്തര സീനായ് പർവ്വതത്തിന്റെ അടിവാരത്തിൽ ഇസ്രായേലിന്റെ സംഘങ്ങൾ കൽപ്പലവർ എറിഞ്ഞുടച്ചു മോശം. പെട്ടകം എഴുന്നള്ളിപ്പിന് യാത്രക്കിടയിൽ കാളകൾ. ഇത്തിലെത്തിയിട്ടുണ്ടായ അപകടത്തിൽ ഒരാൾ വിവാഹ സൽക്കാരത്തിനിടയിൽ ദീപം തീർന്നുപോയ വീട്ടിലേക്ക് അടിയന്തര സഹായമായി യേശുക്രിസ്തു. കായികം. ഇസ്രായേൽ പലസ്തീൻ ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇസ്രായേലിന് 150 റൺസിന്റെ വാർത്തകൾ വിശദമായി. സോദോഗോമര പട്ടണങ്ങളിൽ വൻ തീപിടുത്തം, നാശനഷ്ടങ്ങൾ അറിവായിട്ടില്ല. ഇന്നലെ പുലർച്ചെയാണ് ലോകത്തെ തന്നെ അടുക്കിയ ഈ ദാരുണ സംഭവം ഉണ്ടായത്. യോർദാൻ നദിക്കരികിൽ വളരെ നീരോട്ടമുള്ളതും സമ്പൽ സമൃദ്ധവുമായ പ്രദേശങ്ങൾ ദുഷ്ടന്മാരാൽ നിറഞ്ഞതായിരുന്നു എന്നാണ് ലഭിക്കുന്ന പ്രാഥമിക നിഗമനം. ഗോമേറ മുനിസിപ്പാലിറ്റിയിലെ 10ഓളം വരുന്ന ഫയർ എഞ്ചിനുകൾ തീയണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും വെള്ളത്തിനും തീ പിടിച്ച് അവർ മരണപ്പെട്ടതായാണ് റിപ്പോർട്ട്. പന്നികളുടെ കൂട്ട ആത്മഹത്യ, അടിയന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടു മുഖ്യമന്ത്രി. ഖബർലൂം എന്ന പ്രദേശത്തിന്റെ അക്കരെയുള്ള ഗജനദേശം എന്ന സ്ഥലത്താണ് ഈ ദാരുണ സംഭവം അരങ്ങേറിയത്. ഏകദേശം 2000 പന്നികൾ ആത്മഹത്യ ചെയ്ത് എന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏകദേശം 2 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായതെന്ന് പന്നികൾക്കായി ലൈഫ് ഇൻഷുറൻസ് പദ്ധതി ഏർപ്പെടുത്തണമെന്നും അങ്കമാലി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പിഗ് ഫാർമേഴ്സ് അസോസിയേഷൻ അഭിപ്രായപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അടിയന്തര സഹായം പ്രഖ്യാപിച്ചു. അടുത്ത ന്യൂസിലേക്ക്. പഴം പറിച്ചു തിന്ന കേസിൽ യുവദമ്പതികൾ അറസ്റ്റിൽ. ഏതൻ തോട്ടത്തിൽ നിയമപരിഷ്കരണത്തിന് ബിൽ പാസാക്കാൻ കേന്ദ്രം നിർദ്ദേശം നൽകി. കിഴക്ക് ഏതനിലാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. അടുത്തിടയ്ക്ക് വിവാഹിതരായ ആദം എന്ന യുവാവും ഹവ്വ എന്ന യുവതിയുമാണ് അറസ്റ്റിലായത്. കൂടുതൽ വിവരങ്ങളുമായി നമ്മുടെ റിപ്പോർട്ട് ബറബാസ് ചേരുന്നു. എന്താണ് ബറബാസ് ലഭിക്കുന്ന വിവരങ്ങൾ? താങ്കൾ ഇപ്പോൾ എവിടെയാണ്? സംഭവ സ്ഥലത്തുണ്ടോ? ബറബാസ്, കേൾക്കാമോ? താങ്കൾ ഇപ്പോൾ എവിടെയാണ്? താങ്കൾക്ക് കേൾക്കാമോ? കേൾക്കാം. സംഭവ സ്ഥലത്ത് ഉണ്ട്. വിവാഹ സമ്മാനമായി പിതാവ് എഴുതി കൊടുത്ത ഏതൻ തോട്ടത്തിൽ നിന്ന പഴമാണ് നവദമ്പതികൾ പറിച്ചു തിന്നത്. എന്ത് പഴമാണ്? പഴത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഞാൻ പിന്നീട് നൽകാം. കാണാൻ ഭംഗിയുള്ളതും രുചികരമായ മറ്റനേകം പഴങ്ങളും മറ്റുമുള്ള ഈ തോട്ടത്തിലെ വൃക്ഷഫലം മാത്രം കഴിക്കരുതെന്ന പിതാവിന്റെ നിർദ്ദേശം അവഗണിച്ചാണ് അവർ പഴം ഭക്ഷിച്ചത്. നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം കഴിച്ച് മരിക്കുമെന്ന നിർദ്ദേശം സത്യമാണോ എന്നറിയാൻ ടെസ്റ്റ് ചെയ്തെന്നാണ് ലഭിക്കുന്ന. അനു, താങ്കൾക്ക് കേൾക്കാമോ? കേൾക്കാം. DNA ടെസ്റ്റ് അല്ല, ഇതൊരു ബലത്തിനെ കുറിച്ച് അറിയുന്ന ടെസ്റ്റുകളാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പിന്നിൽ ബാഹ്യ ഇടപെടലുകൾ നടന്നിട്ടുണ്ടോ എന്നറിയുന്നതിന് അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചതിന് പുറമെ തോട്ടത്തിൽ നിയമപരീക്ഷണത്തിനായി ബിൽ പാസ്സാക്കാനാണ് കേന്ദ്രം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും കേസിലെ പ്രതികളിൽ ഒരാൾ ആദം നമ്മോടൊപ്പമുണ്ട്. എന്നാൽ താൻ കത്തിയിലെ കൊണ്ടുണ്ടാക്കിയ അരയാള വാടിപ്പോയതിനാൽ തന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വിടുമെന്നുള്ള അഭ്യർത്ഥന ഉള്ളതിനാൽ അദ്ദേഹം ടെലിഫോൺ ലൈനിൽ നമ്മോടൊപ്പം ചേരുന്നു. ആദമിനോട് ഞാൻ ഒന്നുകൂടെ ചോദിക്കാം, എന്നാലും എനിക്ക് അറിയില്ല. ഹലോ, ആദം കേൾക്കാമോ? പറയൂ, വാസ്തവത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത്? എന്റെ സത്യത്തില് ഞാൻ വലിയൊരു ചതിയിലാണ് അകപ്പെട്ടത്. സത്യം പറയാൻ എനിക്ക് ഈ കല്യാണം കഴിക്കാൻ വലിയ താല്പര്യമില്ലായിരുന്നു. എന്നെ കണ്ടിട്ട് മനുഷ്യൻ ഏകനായിട്ട് നമ്മളെന്ന് പറഞ്ഞ എന്റെ ഭാര്യയിലൂടെയാണ് ഈ എന്റെ അപ്പനാണ് ഉപയോഗിച്ചത്. അവളാണ് സത്യത്തിലെ എല്ലാ കാര്യവും. കാരണം എന്നെ കൂടാതെ സത്യത്തില് ഒറ്റയ്ക്ക് സമയം പോകുന്ന എല്ലാവരും പ്രശ്നം അവരോട് പറഞ്ഞത് വല്ലാതെ വാക്ക് കേട്ട് അവർ തിന്നുകയും ചെയ്തു. പോരാത്തിന് അത് എന്നെ കൂടെ ജീവിപ്പിക്കുകയും ചെയ്തു. ഇതിപ്പോൾ ഉണ്ടായ തേജസ്സും പോയി തോട്ടത്തിൽ പുറത്തു പോയി. എന്ത് ചെയ്യാൻ കഷ്ടപ്പെട്ട് അധ്യയനങ്ങൾ ഉണ്ടാക്കിയ പിന്നെ കളസവും പോയി. ഇപ്പൊ അവിടെ മാറിപ്പോയിരിക്കുന്നു. നിങ്ങളുടെ ഭാര്യ അവർക്ക് എവിടെയുണ്ട്? ഇനി എന്താണ് നിങ്ങളുടെ ഭാവി പരിപാടി? എന്റെ പക്ഷേ ഈ നേരെ അവളെ കുറിച്ച് ചോദിക്കരുത്. എനിക്ക് അവളുടെ കാര്യം തിരികെയാണ്. എന്താ ഞാൻ നോക്കട്ടെ, അത് അവരുടെ മരത്തിന്റെ പിന്നെ ഒളിച്ചിരിക്കാത്തത് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. സത്യം പറഞ്ഞത് എനിക്ക് പല പ്രയാസമുണ്ട്. ഇനി പഴയതുകൊണ്ട് സൂഹിക്കാൻ പറ്റുമോ തോന്നില്ല. എല്ലാം മുഴുവൻ പണിയെടുക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. പുറത്തിറങ്ങിയാണ്. വാസ്തവത്തിൽ നിങ്ങളുടെ ഭാര്യ നിങ്ങൾ കീഴ്പ്പെടാതിരുന്നത് കൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത്?
തീരുമാനിച്ചത്, അതുകൊണ്ടല്ലേ ചതിയിൽപ്പെട്ടത്. ആഹാ, ആരോട് പറയാം, എന്ത് പറയാം. എന്തായാലും നനഞ്ഞിറങ്ങി, ഇനി കുളിച്ച് കയറാമാതാണ്. എന്തായാലും ഈ നിർഭാഗ്യകരമായ സംഭവം ലോകത്തിലുള്ള എല്ലാ സ്ത്രീകൾക്കും ഒരു പാഠമാണെന്നതിൽ ഒരു സംശയവുമില്ല. ഈ സമയത്ത് ബൈബിൾ വാക്യം നമ്മുടെ ഓർമ്മയിലിരിക്കട്ടെ. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കും. ക്യാമറമാൻ ജെറോമിനൊപ്പം ബറാബാസ്, ക്രൈസ്റ്റ് ന്യൂസ്. നന്ദി ബറാബാസ്. മറ്റു വാർത്തകളിലേക്ക്. സീനായ് പർവ്വതത്തിന്റെ അടിവാരത്തിൽ ഇസ്രായേലിന്റെ സംഘത്തിൽ കൽപ്പലകൾ എറിഞ്ഞെടുത്തു മോശ. സീനായ് മലയുടെ അടിവാരത്തിൽ ഇസ്രായേൽ നടത്തിയ റോക്ക് ഡാൻസ് ആണ് വിവാദങ്ങൾക്ക് കാരണമായി. അടിയന്തര യോഗത്തിനായി പ്രസിഡന്റ് മോശ മലമുകളിലേക്ക് പോയ സാഹചര്യത്തിലാണ് വൈസ് പ്രസിഡന്റ് അഹ്റോന്റെ നേതൃത്വത്തിൽ നൃത്ത പരിപാടി അരങ്ങേറി. തിരിച്ചെത്തിയ പ്രസിഡന്റ് യോഷാവിനായി കയ്യിലുണ്ടായിരുന്ന ബൈബിൾ ഏർപ്പെടുത്തുകയും ചെയ്തു. തുടർന്നുണ്ടായ സംഘർഷത്തിൽ 3000 പേർ കൊല്ലപ്പെടുകയും 5000ഓളം പേരെ ആശുപത്രിയിൽ പ്രവേശിക്കുകയും ചെയ്തു. സംഭവത്തിൽ വൈസ് പ്രസിഡന്റ് അഹ്റോൻ ഖേദം പ്രകടിപ്പിച്ചു. പെട്ടെന്നും എഴുന്നള്ളിപ്പിന് യാത്രക്കിടയിൽ തിക്കിലും തിരക്കിൽപ്പെട്ടുണ്ടായ അപകടത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. യെരുശലേമിന്റെ തെരുവീതിയിൽ ദൈവത്തിന്റെ പെട്ടകം എഴുന്നള്ളിക്കുന്നതിനിടെ ഉണ്ടായ തിക്കിലും തിരക്കിലുമാണ് കാളവിരുന്നത്. സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ദൈവത്തിന്റെ പെട്ടകത്തിൽ കൈ കൊണ്ടു പിടിച്ച ഉസ്സ എന്ന ചെറുപ്പക്കാരനാണ് കൊല്ലപ്പെട്ടത്. 28 വയസ്സായി. സംഭവത്തിൽ രാജാവ് ഡേവിഡ് അഗാധ ദുഃഖം രേഖപ്പെടുത്തി. കൊല്ലപ്പെട്ട ഉസ്സയുടെ കുടുംബത്തിന് 5000 ശേക്കൽ പൊൻ ധനസഹായമായി പ്രഖ്യാപിച്ചു. പെട്ടകവുമായി ബന്ധപ്പെട്ട് താൻ എടുത്ത ചില തീരുമാനങ്ങൾ തെറ്റായിപ്പോയി എന്നും മനസ്സിലാക്കിയ രാജാവ് പെട്ടകം മറ്റെവിടെങ്കിലും മാറ്റുവാൻ ഉത്തരവിട്ടു. എന്നാൽ പെട്ടകം ഏറ്റെടുക്കുവാൻ ആരും തയ്യാറാകാതെ വന്നപ്പോൾ അടുത്തുള്ള ഓബേദേദോമിന്റെ വീട്ടിലേക്ക് നിർബന്ധപൂർവ്വം പെട്ടകം മാറ്റുകയുണ്ടായി. ഇതേ തുടർന്ന് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ സ്ഥിതി മാറിയെന്നാണ് അറിയുവാൻ കഴിയുന്നത്. അടുത്ത വാർത്തയിൽ, വിവാഹ സൽക്കാരത്തിനിടയിൽ വീഞ്ഞു തീർന്നുപോയ വീട്ടിലേക്ക് അടിയന്തര സഹായവുമായി യേശു. ഗലീലയിലെ കാനാവെന്ന പ്രദേശത്ത് നിന്നാണ് കുട്ടിയന്മാരുടെ മനസ്സിന് കുളിർമയേകുന്ന സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. കല്യാണ വിരുന്നിലെ പ്രധാന വിഭവമായ വീഞ്ഞു തീർന്നു പോവുകയും തുടർന്ന് അതൊരു വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നസ്രേത്ത് സ്വദേശിയായ യേശു എന്ന വ്യക്തിയാണ് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടത്. ഒരു പച്ചവെള്ളത്തെ 7 ബാറിൽ വീഞ്ഞാക്കി മാറ്റിയാണ് താൻ അത്ഭുതം സൃഷ്ടിച്ചത്. സംഭവ സ്ഥലത്ത് നിന്ന് നമ്മുടെ റിപ്പോർട്ടർ ആൻഡ്രൂവിന്റെ വാക്കുകളിലേക്ക്. ആൻഡ്രൂ, എന്താണ് അവിടെ ഉണ്ടായത്? വാസ്തവത്തിൽ യേശു വെള്ളം വീഞ്ഞാക്കുകയായിരുന്നോ അതോ മാസ്യോഗത്തിന് സാമ്പാർ ചെയ്യാതെ വരുമ്പോൾ കഞ്ഞിവെള്ളം ചേർത്ത പെന്തക്കോസ്തുകാരെ പോലെ വീട്ടുകാർ വെള്ളം ചേർത്തതാണ്? ആൻഡ്രൂ, എന്താണ് അവിടെ സംഭവിച്ചത്? താങ്കൾക്കുള്ള അവരെ അടുത്തുണ്ടോ? വിശദീകരിക്കാമോ? നല്ല തിരക്കാണ്. സത്യത്തിൽ ആളുകളുടെ തിക്ക് തിരക്കാണ്. എനിക്ക് സത്യത്തിൽ എനിക്ക് നമ്മുടെ ഈ വീഞ്ഞിന്റെ ഒരു സിപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒന്ന് കുടിച്ചോ, സംഭവം ഇവിടെ നോക്കിയിട്ടുണ്ടോ? പലരും ശ്രമിക്കാം, പക്ഷെ ഇവിടെ കൂട്ടയടിയാ സംഭവത്തിന് വേണ്ടി. ആ സംഭവം അടിപൊളി സാധനം കേട്ടോ. അനു സത്യത്തിൽ ഈ പെന്തിക്കോസ്തുകാര് സാമ്പാറിൽ കല്ലുവെള്ളം ചേർത്ത് ഉണ്ടായി പുരളി കേട്ടോ. നല്ല ഒന്നാമത്തെ വീഞ്ഞാണ് കേട്ടോ. എന്റെ ആയുസിന്റെ അകത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. സൂപ്പർ സാധനം. എനിക്ക് താങ്ക് യു ജീസസ്. അത് സത്യത്തിൽ എങ്ങനെയാണ് യേശു ചെയ്തത്? വെള്ളത്തിൽ കൈയിട്ട് കലക്കിയോ അതോ കൽപ്പിക്കുകയാണ്? എന്താണ് സംഭവിച്ചത്? നമ്മുടെ പ്രേക്ഷകർ അത് കേൾക്കാൻ ആകാംക്ഷയിലാണ്. എന്താണ് അവിടെ സംഭവിച്ചത്? അനു സത്യത്തിൽ ഞാൻ എനിക്ക് ആകാംക്ഷയുള്ള എങ്ങനെ സംഭവിച്ചത്, പക്ഷെ ഇവിടുള്ള ആളുകളൊക്കെ ചോദിച്ചത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് സത്യത്തിൽ യേശു എന്ന വ്യക്തിയെ ശുശ്രൂഷക്കാരുടെ പുറത്തിരുന്ന കൽപാത്രത്തില് വെള്ളം പോയി നിറയ്ക്കാൻ പറ്റും. പെട്ടെന്ന് ചെയ്യുന്ന പറയുന്നത്. പക്ഷെ വെള്ളം നിറച്ചു പറഞ്ഞിട്ട് ഒരു കലവറയിലെ പ്രധാന കൊണ്ടായിട്ട് കൊടുക്കാൻ പറ്റും. പക്ഷെ സംഭവം അവിടെ ന്യൂസ് നോക്കിയപ്പോഴേക്ക് ആ വെള്ളം വീഞ്ഞായിരിക്കും. സത്യത്തിൽ ഈ സംഭവം എപ്പോഴാണ് നടന്നത് നമുക്ക് പിടിയില്ല. പക്ഷെ എല്ലാവരും പറയുന്നത്, എല്ലാവരുടെയും അഭിപ്രായത്തിൽ പറയുന്നത് ഒറ്റ കാര്യം പറയുന്നത് യേശുവിന്റെ വാക്ക് അവരനുസരിച്ചപ്പോഴാണ് സംഭവം നടന്നതെന്നാണ് എല്ലാവരും പറയുന്നത്. ഓക്കെയാണ്. വീഞ്ഞു തീർന്നുപോയെന്ന ഈ വിവരം ആരാണ് യേശുവിനെ അറിയിച്ചത് എന്ന സൂചന വല്ലതും ലഭിച്ചിട്ടുണ്ടോ? അങ്ങനെ വല്ലതും അറിയാൻ കഴിയുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു യേശുവിനോട് ഏറ്റവും അടുത്തുള്ള സംഭവം പറഞ്ഞത് എനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞോട് ചോദിച്ചു. ഏറ്റവും കൂടുതൽ എനിക്ക് അറിയാൻ കഴിഞ്ഞത് യേശുവിന്റെ അമ്മയെ മറിയാണ്. ഞാൻ സംഭവം അറിഞ്ഞുകൊണ്ട് മറിയാണ് എത്തിയിട്ടുണ്ട്. ഞാൻ കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. എന്താണ് നമുക്ക് കാര്യങ്ങൾ പറയാൻ വേണ്ടി നമുക്ക് നേരിട്ട് അറിയാം. ഡീറ്റെയിൽസ് അറിയാൻ പറയാൻ കഴിയുമല്ലോ. പറയാമോ നിങ്ങളാണോ യേശുവിനോട് ഈ കാര്യങ്ങൾ പറഞ്ഞത്? അങ്ങനെയാണല്ലേ ഇത് ഞങ്ങൾക്ക് ആവശ്യമായ അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞാൽ മതിയല്ലോ. ഒരിക്കലുമല്ല. നിങ്ങളുടെ
രഹസ്യം എന്നോടല്ല പറയേണ്ടത്, യേശുവിനോട് നേരിട്ട് പറയണം. ഞാൻ കേവലം ഒരു മനുഷ്യ സ്ത്രീയാണ്. ആകാശത്തെ കീഴ് ഭൂമിക്ക് മേലെ നമുക്കൊരു മധ്യസ്ഥൻ മാത്രമേ ഉള്ളൂ. വിവരങ്ങൾ നൽകിയത് നന്ദി കണ്ടു. കല്യാണത്തിൽ ക്ഷണിക്കപ്പെടാത്ത അതിഥികൾ കുമ്മനടിച്ചതാണ് വീഞ്ഞ് തിരിയാതിരിക്കാൻ കാരണമെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. ന്യൂസ് അവറിൽ ഇനി ഒരു ഇടവേള. തലമുറ തലമുറയായി കൈമാറി വന്ന രുചിയേറിയ രസക്കൂട്ട് ഷോണിയ കട്ട്ലേറ്റ് ഷോണിയ കാസർഗോഡിലെ ഏക സ്ഥാപനം ദി കേസാർ കിച്ചൻ. പൂർണ്ണമായും എല്ലാ കാറ്ററിംഗ് ഉത്തരവാദിത്തങ്ങളും കല്യാണ വിരുന്നുകൾ, ബർത്ത്ഡേ പാർട്ടികൾ, കോർഡിനേറ്റിംഗുകൾ എല്ലാം ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്ന നീതു ബിബി നീതു കോർപ്പറേറ്റർ നീതു ബിബി. നമുക്ക് വാർത്തകളിലേക്ക് തിരിച്ചു വരാം. കായിക വാർത്തകൾ. ഇസ്രായേൽ പലസ്തീൻ ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇസ്രായേലിന് 150 റൺസ് ജയം. ഡേവിഡ് ജെസെ മാൻ ഓഫ് ദി മാച്ച്. ഏലാർ താഴ്വരയിൽ വെച്ച് നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റിംഗ് ചെയ്ത ഇസ്രായേൽ വെച്ചത് 50 ഓവറിൽ 230 റൺസ് നേടി. മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ഫെലിസ്റ്റിയ ഓപ്പൺ ഗോലിയാത്ത് ഡേവിഡ് ജെസയുടെ ആദ്യ ബോളിൽ തന്നെ പുറത്താക്കിയ തുടർന്നുള്ള വിക്കറ്റുകൾ അടുത്ത 80 റൺസിനുള്ളിൽ വീഴുകയും ചെയ്തു. 5 ഓവറിൽ 18 റൺസ് വഴങ്ങി 4 വിക്കറ്റുകൾ ചെയ്ത ഡേവിഡ് ജെസയാണ് മാൻ ഓഫ് ദി മാച്ച്. ഇതോടെ പരമ്പരയിൽ ഇസ്രായേൽ 1-0 മുന്നിലെത്തി. അടുത്തൊരു ഫെനിയയിൽ വെച്ച് നടന്ന ഗുസ്തി മത്സരത്തിൽ ദൂതനെ തോൽപ്പിച്ച യാക്കോബ്. രാത്രി മുതൽ പുലർച്ചെ വരെ നീണ്ടുനിന്ന മത്സരത്തിൽ തുടക്കത്തിൽ ദൂതൻ ലീഡ് ചെയ്തെങ്കിലും അവസാന റൗണ്ടിൽ യാക്കോബ് ചാമ്പ്യനായി. ഇതോടെ യാക്കോബിന്റെ പേര് ഇസ്രായേൽ എന്ന് അറിയപ്പെട്ടു. ഇനി പ്രാദേശിക വാർത്തകൾ. ഈ വർഷത്തെ കർഷകശ്രീ അവാർഡ് പ്രഖ്യാപിച്ചു. ലണ്ടനിലെ നേഴ്സും ബാസിലർ ക്രൈസ്ലർ ചർച്ച് സഭാ ശുശ്രൂഷകൻ ബാസൽ ജെയിന്റെ വൈഫുമായ സൂസൻ ജെയിലാണ് അവാർഡിന് അർഹയായിരിക്കുന്നത്. തന്റെ വീട്ടുവളപ്പിലും അടുക്കളയിലുമായി രാസവളം ചേർക്കാത്ത വിവിധ ഇനം ജൈവ പച്ചക്കറികളാണ് വിളയിച്ചെടുത്തത്. തന്റെ വീട്ടിൽ തന്നെ നിർമ്മിച്ചെടുക്കുന്ന ജൈവ വളക്കൂട്ടാണ് ഇതിന്റെ പിന്നിലെന്ന് സൂസൻ ജെയിൻ വെളിപ്പെടുത്തി. ഈ വിവരം അറിഞ്ഞത് മുതൽ സഭാവിശ്വാസികളും നാട്ടുകാരും കൃഷിയിടം കാണുവാനായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവ് അനുവദിച്ചാൽ മട്ടുപ്പാവിൽ കൃഷി ചെയ്യണമെന്ന് സപ്പോർട്ട് ലഭിക്കണമെന്ന് സൂസൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. നമ്മുടെ റിപ്പോർട്ടർ ഇപ്പോൾ സൂസൻ അടുത്തുണ്ട്. എന്താണ് സൂസൻ പറയാനുള്ളതെന്ന് നമുക്ക് എല്ലാം ഹലോ വിളിച്ച് കേൾക്കാമോ? ഇപ്പോൾ എവിടെയാണ്? സൂസന്റെ അടുത്തുണ്ടോ? എന്താണ് കേൾക്കാൻ ഞാനിപ്പോൾ സൂസൻ ജെയിന്റെ അടുത്താണ് നിൽക്കുന്നത്. വെൽക്കം ടു ക്രൈസ്റ്റ് ടിവി ചാനൽ. വലിയ ബഹുമതിയൊക്കെ കിട്ടിയിട്ടിരിക്കുകയാണല്ലോ. എന്താണ് ഈ വിഷയം പറയാനുള്ളത്? വളരെ സന്തോഷം. ഞാൻ വായിച്ചറിഞ്ഞതിലും കേട്ടറിഞ്ഞതിലും അറിഞ്ഞ ഭർത്താവ് ഒരു സുവിശേഷകനാണ്, പോരാട്ടത്തിന് ഒരു നേഴ്സാണ്, പിന്നെ 3 പിള്ളേരും ഉണ്ട്. ഇതിനിടയ്ക്ക് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? വാക്കുകളില്ല. സന്തോഷം കൊണ്ടാണ് ഒന്നും പറയാൻ പറ്റാത്തത്. സന്തോഷത്തിലാണെന്ന് തോന്നുന്നു. ഭയങ്കര സന്തോഷം. വാക്കുകളൊന്നും കിട്ടുന്നേ ഇല്ല. ചിരി മാത്രമേ ഉള്ളൂ. നമ്മുടെ പ്രേക്ഷകർക്ക് അത് കേൾക്കാൻ വേണ്ടിയിട്ട് ആകാംക്ഷയിലാണ്. ആ സന്തോഷം എങ്ങനെയാണ് പങ്കുവയ്ക്കുന്നത്? പാസ്റ്റർ ജെയിൻ ഇതിന് എന്തെങ്കിലും പങ്ക് വഹിച്ചിട്ടുണ്ടോ? അത് തന്നെ ചെയ്തിട്ടുണ്ടോ? എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് സൂസൻ ജെയിൻ നമ്മുടെ പ്രേക്ഷകരോട് ഒന്ന് പറഞ്ഞു കൊടുക്കാവോ? അതും എല്ലാവരും ഇപ്പോൾ UK-യിലാണുള്ളത്. നമ്മുടെ നാട്ടിലെ വളങ്ങൾ ഒന്നുമല്ല, അതിലൊക്കെ ഉപരിയായിട്ട് ഇതെല്ലാം ഈ ജോലിയുടെ ഇടയിൽ ഇതെല്ലാം ഇങ്ങനെ പലവിധമായ കാർഷിക വിഭവങ്ങളൊക്കെ വീട്ടിലെല്ലാം ചെയ്യുന്നുണ്ട്. ഇതിലൊക്കെ എന്താണ് ഒരു ട്രിക്ക് എന്തെങ്കിലും പറഞ്ഞു തരാനുണ്ടോ ഈ പുതിയ തലമുറയോട്? അദ്ദേഹം വീട്ടിൽ വാസ്തുവായിട്ട് ശുശ്രൂഷ ചെയ്യുന്നെങ്കിലും
വീക്ക് ഡേയ്സിൽ എനിക്ക് വളരെ സഹായമാണ്. കമ്പോസ്റ്റൊക്കെ ഉണ്ടാക്കാൻ കമ്പോസ്റ്റ് ബിന്നൊക്കെ വാങ്ങിച്ചു തന്നു. അതിന് വേണ്ട ബെൻസി, അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ന്യൂസ് കേൾക്കാനിടയായിട്ട് നമുക്ക് നമ്മുടെ മലയാളിക്കടയായ മാമാസിൽ അതുപോലെ ശബരിയിൽ കൊണ്ട് ഈ പച്ചക്കറി വിൽക്കാനാണ് എന്തെങ്കിലും ഒരു വസ്തുതയുണ്ട്. എന്താണ് സംഭവിക്കുന്നത്? ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ഈ കിട്ടുന്ന വരുമാനത്തിൽ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? എന്താണ് ചെയ്യുന്നത്? എത്ര വരുമാനമാണ് കിട്ടുന്നത്? അത് വരുമാനം എക്സ്ട്രാ ഒന്നുമില്ല. ഞങ്ങൾക്ക് യൂസ് ചെയ്യാനും വരുന്ന വിശ്വാസികൾക്ക് കൊടുക്കാനുമേ ഉള്ളൂ. ഓക്കെ ബെൻസി, വിവരങ്ങൾ നൽകിയതിന് നന്ദി അനു. അടുത്ത നമുക്ക് കൗതുകരമായ മറ്റൊരു വാർത്തയിലേക്ക്. പാട്ട് കേട്ട് യാത്ര ചെയ്യാം. UK ബസ് ഡ്രൈവറായി ജെൻസി ജോലി പ്രവേശിച്ചു. ഈ ബസ്സിൽ ക്രിസ്തീയ ഗാനങ്ങൾ കേട്ട് യാത്ര ചെയ്യാനുള്ള സൗകര്യമാണ് ചെമിസ്പോർട്ട് നാട്ടിലുള്ളത്. തന്റെ സ്വന്തം ശബ്ദത്തിൽ മലയാളം, തമിഴ്, ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകളാണ് പാട്ടുകൾ ആലപിക്കുന്നത്. ഇത് കേൾക്കാനായി ആളുകൾ ബസ്സിൽ ഒരു കാര്യവുമില്ലാതെ പൗണ്ടുകൾ മുടക്കിയാണ് യാത്ര ചെയ്യുന്നത്. ഇങ്ങനെ വന്നതോടുകൂടി ബസിന്റെ ഡെയിലി കളക്ഷൻ 4 ഇരട്ടിയായി കൂടിയിരിക്കുകയാണ്. പാട്ടുപാടി ദൈവമക്കളെ നേടുകയാണ് തന്റെ ലക്ഷ്യമെന്ന് ജെൻസി വ്യക്തമാക്കി. ക്രൈസ്റ്റ് ചാനലിലെ NHD പ്രോഗ്രാം വിന്നറായി സിസ്റ്റർ ബ്ലസ്സിയെ തെരഞ്ഞെടുത്തു. ക്രൈസ്റ്റ് ചാനൽ സംഘടിപ്പിച്ച NHD പ്രോഗ്രാം വിന്നറായി ബ്ലസ്സി. അടുത്ത പോരാട്ടമാണ് മത്സരാർത്ഥികൾ തമ്മിൽ നടന്നത്. ജഡ്ജസിന് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന തരത്തിൽ പൊരിഞ്ഞ പോരാട്ടമായിരുന്നു. എന്നാൽ തന്റേതായ ശൈലി കൊണ്ട് പ്രേക്ഷകരിൽ ഇടം പിടിച്ചിരിക്കുകയാണ് സിസ്റ്റർ ബ്ലസ്സി. തന്റെ ഭർത്താവിന്റെ കോമഡി അടിച്ചിരിച്ചാണ് ഇത്രയും മനോഹരമായ സിസ്റ്റർ ബ്ലസ്സി വ്യക്തമാക്കി. ചിരി മത്സരത്തിൽ ബ്ലസ്സിക്ക് എതിരാളിയായി സിസ്റ്റർ നീതു ബിബി ഉണ്ടായിരുന്നെങ്കിൽ 2ാം സ്ഥാനം തൃപ്തിപ്പെടേണ്ടി വന്നു. മറ്റൊരു വാർത്തയിലേക്ക്. ഡ്രൈവിംഗ് തിയറി ടെസ്റ്റ് റാങ്ക് പ്രസിദ്ധീകരിച്ചു. കഴിഞ്ഞ മാസം നടന്ന ഡ്രൈവിംഗ് തിയറി ടെസ്റ്റിന്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. 1ാം സ്ഥാനം നേടി സിസ്റ്റർ ഷോമി എന്ന തന്റെ നിരന്തരമായ കഠിന വിജയത്തിന് പിന്നിലെന്ന് വ്യക്തമാക്കി. തന്റെ ഈ വിജയം അനേകർക്ക് പ്രചോദനമാകുമെന്നും ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ എടുക്കാൻ താൻ തയ്യാറാണെന്നും പറയുകയുണ്ടായി. പാർക്കിൽ അതിക്രമിച്ചു കയറി യുവാക്കൾ. ചെംസ്ഫോർഡ്. കഴിഞ്ഞ ദിവസം കുട്ടികളുടെ പാർക്കിൽ അതിക്രമിച്ചു കയറി ഒരു കൂട്ടം യുവാക്കൾ കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കിയ റൈഡുകളിൽ കയറുകയും പ്രോപ്പർട്ടികൾക്ക് നാശനഷ്ടം വരുത്തുകയും ചെയ്തു. പ്രതികളുടെ ചിത്രങ്ങൾ CCTVയിൽ ദൃശ്യമായിരുന്നു. യുവാക്കളാണ് ഈ കൃത്യം നിർവഹിച്ചതെന്നാണ് പോലീസ് പറയുന്ന പ്രാഥമിക നിഗമനം. പ്രതികളുടെ വ്യക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും ക്രൈസ്തവയുടെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഉണ്ടാക്കാത്തതിന് ആൾ കേരള കിഡ്സ് സെക്രട്ടറി ജിജൂട്ടി ആൻഡ് യൂത്ത് എന്നിവർ പ്രതിഷേധം ഉയർത്തി. അതിന്റെ ഭാഗമായി ലാസ്റ്റ് സൺഡേ 6 മണിയോടെ കിഡ്സ് വിംഗ് അംഗങ്ങൾ ബാരിക്കേഡുകൾ തകർത്ത് സ്റ്റേജിൽ കയറുകയുണ്ടായി. സെക്രട്ടറി ദീപക് ഇടപെട്ട് തടയാൻ ശ്രമിച്ചെങ്കിൽ ശ്രമം പാഴായിപ്പോയി. അക്രമികൾക്കെതിരെ ആക്ഷൻ എടുക്കുന്നതുവരെ ആരാധന അലങ്കോലപ്പെടുത്തുകയാണ് കിഡ്സ് വിംഗ് അംഗങ്ങൾ പറയുകയുണ്ടായി. കിഡ്സ് വിംഗ് പ്രസിഡന്റ് രേണുമ്മ തത്സമയം നമ്മളോട് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം. രേണുമയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകും അതിക്രമം ഭയങ്കരമായിരുന്നു. രേണു ആക്ച്വലി എന്താണ് അവിടെ സംഭവിച്ചത്? എത്ര പേരുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നു? ഇതിൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? കേസുമായിട്ട് മുമ്പോട്ട് പോകാനുണ്ട്. എത്ര രൂപയുടെ നാശം ഉണ്ടായി എന്ന് വല്ല വിവരമായിട്ടുണ്ടറിയണം. താങ്ക് യു രേണുമ. വർഷിപ്പ് ലീഡേഴ്സിന്റെ ആവശ്യമുണ്ട്. ക്രൈസ്റ്റ് ചർച്ചിന്റെ ആഭിമുഖ്യത്തിൽ ചെംസ്ഫോർഡ് പുതുതായി ആരംഭിക്കുന്ന ആരാധനയെ ശുശ്രൂഷിക്കാനായി വർഷിപ്പ് ലീഡേഴ്സിനെ ആവശ്യമുണ്ട്. ആകർഷകമായ ശമ്പളമാണ് ലീഡേഴ്സിനായി കാത്തിരിക്കുന്നത്. പ്രതിഫലം
ആണ് കൊടുക്കുന്നതെന്ന് പാസ്റ്റർ ജെയിൻ അറിയിച്ചിട്ടുണ്ട്. ഇതിനുള്ള യോഗ്യത ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, മലയാളം എന്നീ ഭാഷകൾ നല്ലവണ്ണം എഴുതുവാനും വായിക്കുവാനും സംസാരിക്കാനും അറിയണമെന്നില്ല. ദൈവകൃപ മാത്രം മതി. കാലാവസ്ഥ. ഇസ്രയേൽ എങ്ങും ഇടിയോട് കൂടിയ കൽമഴയ്ക്ക് സാധ്യത. ആളുകൾ പുറത്തിറങ്ങരുതെന്ന് ഫറവോന്റെ ഓഫീസ് അറിയിച്ചു. ലണ്ടനിലെ ഇന്നത്തെ താപനില -2°C. തുടർന്നുള്ള ദിവസങ്ങളിലും ഇതേ കാലാവസ്ഥയായതിനാൽ ആരാധന യോഗങ്ങൾ മുടക്കരുതെന്ന് ക്രൈസ്റ്റ് വേ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. പ്രധാന വാർത്തകൾ വിളിച്ചിട്ടുണ്ട്. സോതോം വൻ തീപിടുത്തം, നാശനഷ്ടങ്ങൾ ആദ്യമായില്ല. പന്നികളുടെ കൂട്ട ആത്മഹത്യ, അടിയന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടു. പഴം മറച്ചിരുന്ന കേസിൽ യുവദമ്പതികൾ അറസ്റ്റിൽ. ഏതത്തോട്ടത്തിൽ നിയമപരിഷ്കരണത്തിന് ബിൽ പാസാക്കാൻ അടിയന്തരം. സിനായ് പർവ്വതത്തിലെ അടിവാരത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ച കൽപ്പനകൾ പൊതുപ്പെടുത്തുന്നു. പെട്ടകമെഴുന്നള്ളിന് യാത്രക്കിടയിൽ താളം ടിക്കയിൽ വിവാഹ സൽക്കാരത്തിനായി അടിയന്തര സഹായമായി ഇസ്രായേൽ പലസ്തീനിലെ ഇതോടെ ഈ വാർത്താ അവസാനിക്കും. കർത്താവിനെ താമസിച്ചാൽ അടുത്ത വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.